ബി.ജെ.പി. നേതാവ് എം.ടി. രമേശ് 9 കോടി രൂപ കോഴയായി വാങ്ങി. ആരോപണവുമായി ബി.ജെ.പി. മുൻ സംസ്ഥാന സെക്രട്ടറി. ബി.ജെ.പി. നേതാവ് എം.ടി. രമേശിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ബി.ജെ.പി. നേതാവ് എ.കെ. നസീർ. സ്വകാര്യ മെഡിക്കൽ കോളേജിന് അനുമതി വാഗ്ദാനം ചെയ്ത് എം.ടി. രമേശ് 9 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് ബി.ജെ.പി. മുൻ സംസ്ഥാന സെക്രട്ടറി എ.കെ. നസീർ ആരോപിക്കുന്നത്. മെഡിക്കൽ കോഴക്കേസിൽ പുനരന്വേഷണം നടത്തണമെന്നാണ് നസീറിന്റെ ആവശ്യം. കേസിൽ പുനരന്വേഷണം നടത്തിയാൽ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ തെളിവ് കൈമാറാൻ തയ്യാറാണെന്നും നസീർ പറഞ്ഞു. അടുത്തിടെയാണ് നസീർ ബി.ജെ.പി. വിട്ട് സി.പി.എമ്മിൽ ചേർന്നത്. അതേസമയം നസീറിന്റെ ആരോപണങ്ങൾ തള്ളി എം.ടി. രമേശും രംഗത്തെത്തി. നസീറിന്റെ ആരോപണം ദുരുദ്ദേശപരമാണെന്ന് എം.ടി. രമേശ് പ്രതികരിച്ചു. ഇടത് സർക്കാരിന്റെ പോലീസ് അന്വേഷിച്ച് തള്ളിക്കളഞ്ഞ കേസാണിതെന്നും രമേശ് ചൂണ്ടിക്കാട്ടുന്നു. മുമ്പ് വിജിലൻസ് അന്വേഷിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കാൻ നസീർ തയ്യാറായില്ല എന്ന മറുചോദ്യവും എം.ടി. രമേശ് ഉയർത്തുന്നു. ഇപ്പോൾ നസീർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ദുരുദ്ദേശം സംശയിക്കുന്നുണ്ട്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എം.ടി. രമേശിന്റെ പേര് വീണ്ടും ഉയർന്നു വരുന്നതിനിടെയാണ് മുൻ ബി.ജെ.പി. നേതാവിന്റെ തുറന്നുപറച്ചിലെന്നതും ശ്രദ്ധേയമാണ്. കുമ്മനം രാജശേഖരൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലത്ത് ബി.ജെ.പി. പിടിച്ചുലച്ച വിവാദമായിരുന്നു മെഡിക്കൽ കോഴ. ഈ വിവാദം അന്വേഷിച്ച ബി.ജെ.പിയുടെ 2-അംഗ സമിതിയിലെ അംഗമായിരുന്നു പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി എ.കെ. നസീർ. പാർട്ടിയോട് പിണങ്ങി നസീർ സി.പി.എമ്മിൽ ചേർന്നത് സമീപകാലത്താണ്. എന്നാൽ മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകളുമായാണ് നസീർ ഇപ്പോൾ രംഗത്ത് വരുന്നത്. പാലക്കാട് ചെർപ്പുളശ്ശേരിയിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് പാർട്ടി നേതാവ് എം.ടി. രമേശ് കോഴ വാങ്ങിയെന്നാണ് നസീറിന്റെ ആരോപണം. കോഴക്കാര്യം മുൻ സംസ്ഥാന പ്രസിഡന്റ് പി.എസ്. ശ്രീധരൻപിള്ളയടക്കം നേരിട്ട് മനസ്സിലാക്കിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് സംസ്ഥാന സമിതി അംഗമായിരുന്ന ആർ.എസ്. വിനോദ് കോഴ വാങ്ങിയ സംഭവത്തിന്റെ അന്വേഷണത്തിലാണ് എം.ടി. രമേശ് കോഴ വാങ്ങിയതിനെ കുറിച്ചുള്ള ആദ്യ സൂചനകൾ കിട്ടിയത്. പക്ഷേ കോഴ വാങ്ങിയവർക്കെതിരെയല്ല, അത് അന്വേഷിച്ച് കണ്ടെത്തിയവർക്കെതിരെയാണ് പാർട്ടി പിന്നീട് നീങ്ങിയതെന്നും നസീർ ആരോപിക്കുന്നു. കേസിൽ ഇനിയും അന്വേഷണം ഉണ്ടായാൽ കോഴയുടെ തെളിവുകളടക്കം കൈമാറുമെന്നും നസീർ പറയുന്നു.